വയനാട് വള്ളിയൂർക്കാവിൽ ചന്ദനം കാണാതായ സംഭവത്തിൽ വിചിത്ര ന്യായവുമായി അധികൃതർ. കാണാതായ ചന്ദനം ചിതലരിച്ചു പോയെന്നാണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത്. ഓഡിറ്റിൽ റിപ്പോർട്ടിൽ ക്രമക്കേടുണ്ടെന്ന കണ്ടെത്തൽ ഉണ്ടായിരുന്നു. ജനം TV വാർത്തയെ തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രത്തിൽ പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, ചന്ദനം കാണാനില്ല, അതിന് പറയുന്ന ന്യായങ്ങൾ വളരെ വിചിത്രമാണ്. ഇപ്പോൾ പരിശോധന തുടരുകയാണോ? എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് മലബാർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു ഈ ക്ഷേത്രത്തിൽ എത്തുകയും തുടർന്ന് കൃത്യമായ പരിശോധന നടത്തുകയും ചെയ്തത്. ആ പരിശോധനയിൽ പകുതിയോളം ചന്ദനം ഇവിടെ നിന്നും കാണുന്നില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. അതായത് ഏകദേശം 25.6 കിലോയോളം ചന്ദനമാണ് ഇപ്പോൾ കാണാനായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ 40 കിലോയിലധികം ചന്ദനം കാണാതായിട്ടുള്ളത് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഇവിടെ പരിശോധന നടത്തുകയും തുടർന്ന് 26 കിലോയുടെ അടുത്ത് ഇത്തരത്തിൽ കാണാതായിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നത്. ഇതിൽ കൃത്യമായ മറുപടി നൽകിയതാണ് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ചർച്ച ആയിട്ട് വരേണ്ടത്. അതായത് ഇവർ പറയുന്ന ന്യായം വിചിത്രമായ ന്യായമാണ്. ബാക്കിയുള്ള ചന്ദനം, അതായത് 26 കിലോയുടെ അടുത്തുള്ള ചന്ദനം ഇത്തരത്തിൽ ചെതലരിച്ചു പോയതാണ് എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള ഒരു വാദമായി ഇവർ പറയുന്നത്. 1-2 കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ചെതലരിച്ചു, അത്തരത്തിലൊക്കെ നമുക്ക് അനുമാനിക്കാം. പക്ഷേ ഈ 26 കിലോ എങ്ങനെയാണ് ചെതലരിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഇവിടെ ഉന്നയിക്കുന്നത്. മാത്രമല്ല മറ്റു ചില വിഷയങ്ങളും ഇവിടെ ഉന്നയിച്ചു വരുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ വള്ളിയൂർക്കാവിൽ ഒരു തീപിടുത്തത്തിൽ അവിടെയുള്ള ഒരാൾക്ക് തീപ്പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സെക്യൂരിറ്റിക്ക് തീപ്പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവയെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ BJP അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ പറയുന്നത്. അന്ന് ഈ ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു സെക്യൂരിറ്റി എത്തുകയും പാതിരാത്രി ഈ സെക്യൂരിറ്റിയെ കൊണ്ട് നിർബന്ധിച്ച് അവിടെയുള്ള ചില വേസ്റ്റുകൾ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ വേസ്റ്റിനുള്ളിൽ റെസിപ്റ്റ് എന്നുള്ളതാണ് വസ്തുത. അത് നമുക്ക് അത്തരത്തിലുള്ള ചിത്രങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധിക്കണമെന്നും, എന്നാൽ ആ ഒരു കത്തിക്കുന്ന സമയത്ത് അതിൽ കരിമരുന്നുണ്ടായിരുന്നെന്നും പെട്ടെന്ന് തീ പടർന്ന് ഇയാൾക്ക് പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ആരോപണ വിധേയമായിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മാത്രമല്ല മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇതിനു മുൻപ് തന്നെ നമ്മൾ ഈ ഉത്സവകാലത്ത് ചന്ത നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കരാർ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ 25 ലക്ഷം രൂപയോളം ആ കരാർ ഇതുവരെയും കെട്ടിവെച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഈ വള്ളിയൂർക്കാവിൽ ഉയരുന്നുണ്ട്. ഇതും കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ നമുക്ക് പ്രധാനമായും ഇപ്പോൾ ഉള്ളത് ഈ ചന്ദനം കിടത്തു തന്നെയാണ്. എങ്ങനെയാണ് ഈ ചന്ദനം പുറത്തേക്ക് പോയത് എന്നുള്ളത് മനസ്സിലാക്കും. കാരണം ഇത്തരത്തിൽ ഈ ചിതലരിച്ചു എന്ന് പറയുന്നതിൽ എത്രത്തോളം വസ്തുത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി അർജുൻ തുടരുക. പ്രശാന്ത് മലവയൽ BJP ജില്ലാ പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രശാന്ത്, വളരെ സങ്കീർണമായ രീതിയിലേക്ക് ഈ ക്ഷേത്രങ്ങളിലെ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതിന് പിന്നാലെ ഭൂമിക്കൊള്ള, അങ്ങനെ പല രീതിയിലുള്ള വൻ കൊള്ള നമ്മുടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്ന വാർത്തകൾ സ്ഥിരമായി വരുന്നുണ്ട്. ഓരോ നിമിഷവും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വയനാട് വള്ളിയൂർക്കാവിലെ ചന്ദനക്കൊള്ള, 40 കിലോയിലേറെ ചന്ദനമാണ് അവിടെ നിന്ന് കാണാതെയായിരിക്കുന്നത്. അതിന് പറയുന്ന ന്യായീകരണം ചിതലരിച്ചു പോയി. എനിക്കറിയില്ല പ്രശാന്ത്, ഈ ചന്ദനം ചിതലരിച്ചു പോകുമോ എന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ? തീർച്ചയായിട്ടും ജനങ്ങള് വിഡ്ഢികളും പൊട്ടന്മാരും ഒന്നും അല്ലല്ലോ. ചെതലരിച്ചു പോയി, അതും ഇത്രയും വലിയ ചന്ദനം, ഇത്രയധികം കിലോ ചെതലരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങണം, വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാല് അത് വേറെ എവിടെയെങ്കിലും പോയി പറയാനേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. എക്സിക്യൂട്ടീവ് ഓഫീസറല്ല ആരാണെങ്കിലും ശരി, അത് അയാളോടൊക്കെ അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. അതിലൊന്നും ഒരു തരത്തിലും അതിനൊന്നും ന്യായീകരിച്ചു പോകാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വള്ളിയൂർക്കാവിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള കൊള്ളയാണ്. ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഓരോരോ വാർത്തകളാണ്. ചന്ദനക്കൊള്ള മാത്രമൊന്നല്ല, ചന്ദനക്കൊള്ള ഇപ്പോൾ അവർ പരസ്യമായിട്ട്
സമ്മതിച്ചിരിക്കുന്നു. ചെതലരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പോലും ഇന്നലെ വരെ പറഞ്ഞിരുന്ന വാർത്ത അത് അടിസ്ഥാനമാണ് എന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കാരണം ചന്ദനം കാണാനില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇനി ചെതല് തിന്നോ മറ്റുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വഴിമാറ്റി കൊണ്ടുപോകുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ ചന്ദനം കാണാതായിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ള ചന്തലേലം, ആ ലേലത്തിൽ 25 ലക്ഷം രൂപയ്ക്ക് ആ ചന്ത ലേലം കൊടുക്കുകയും ആ തുക അവിടെ കെട്ടിവെക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള വലിയൊരു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിക്കൊണ്ട് ക്ഷേത്രം കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ആ പണം പോയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെയാണ്. ക്ഷേത്ര വിശ്വാസികൾ അല്ലെങ്കിൽ ക്ഷേത്രത്തെ ഉപകരിക്കേണ്ടുന്ന പണമാണ് അത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംവിധാനങ്ങൾ മാറ്റിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ചില സൂചനകളാണ്. കാരണം ഓരോരോ കാര്യത്തിലും ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സെക്യൂരിറ്റി ജീവനക്കാരനെ കൊണ്ട് ഈ പാതിരാത്രിയിൽ അവിടെ ഒരുപാട് സാമഗ്രികൾ വളരെ പെട്ടെന്ന് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം, അതൊരു മറ്റൊരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരൊക്കെയാണ് അതിന്റെ പിന്നിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ പാവത്തിന് അതിൽ നിന്ന് സ്ഫോടക വസ്തുവിൽ നടക്കം തീപ്പൊള്ളലേറ്റിട്ട് അദ്ദേഹത്തിന് പൊള്ളലേൽക്കുന്ന സാഹചര്യമുണ്ടായി ആ കത്തിച്ച ആൾക്ക്. പക്ഷെ അതിന് പിന്നിൽ അവിടെ കത്തിച്ചത് വേസ്റ്റ് ഒന്നുമല്ല. വേസ്റ്റ് കത്തിക്കണമെങ്കിൽ അർദ്ധരാത്രി 12 മണിക്കൊന്നുമല്ല വേസ്റ്റ് കത്തിക്കുക. ഇനി കത്തിക്കണമെങ്കിൽ തന്നെ അത് ആ പാതിരാത്രിക്ക് വന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ വിളിച്ചെണീപ്പിച്ചിട്ടല്ല അവിടെ തീ കത്തിക്കേണ്ടത്. അപ്പോൾ അതിലൊക്കെ ഏതൊക്കെയോ തരത്തിലുള്ള ഗൂഢാലോചനകളുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ വലിയ ആസൂത്രിതമായിട്ടുള്ള കൊള്ളയുണ്ട് എന്ന് തന്നെയാണ് BJP വിശ്വസിക്കുന്നത്. അവിടെ കത്തിച്ചിട്ടുള്ളത് റെസീറ്റ് ബുക്കുകളാണ് എന്നുള്ളതാണ് BJPയുടെ നേതാക്കൾ, അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള നേതാക്കൾക്കൊക്കെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. ഞങ്ങൾ ആ തരത്തിൽ തന്നെയാണ് BJP അതിനെ കാണുന്നത്. ഓരോ തരത്തിലും ഓരോ മേഖലയിലും വിവിധങ്ങളായിട്ടുള്ള കൊള്ള അതെങ്ങനെയൊക്കെ നടത്താൻ പറ്റുമോ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അതിന് കൂട്ടുനിൽക്കുന്ന അതിന് കൂട്ടുനിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ആ ക്ഷേത്രത്തെ ഒന്നാകെ കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. BJP ഇതിനെ ശക്തമായിട്ടുള്ള പ്രതികരണവുമായി BJP മുന്നോട്ട് വരും, പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഓരോ വാർത്തകൾക്കും കൃത്യമായിട്ടുള്ള പ്രതികരണം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ശരി, ശ്രീ പ്രശാന്ത് മാലവയിലാണ് ജനം ടിവിയോട് പ്രതികരിച്ചത്. വള്ളിയൂർക്കാവിലാണ് ചന്ദനം കാണാതെയായിരിക്കുന്നത്. 40 കിലോയിലേറെ ചന്ദനം അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. അതിന് പറയുന്ന ന്യായീകരണം ചിതലരിച്ചു പോയി എന്നുള്ളതാണ്. അതിന് 40 കിലോ ചന്ദനം എങ്ങനെയാണ് ചിതലരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരമില്ല. ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിചിത്ര ന്യായങ്ങൾ ഇവർ നിരത്തുന്നുണ്ട്. ഇതിന് പിന്നിൽ പല രീതിയിലുള്ള ഗൂഢ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന സംശയം BJP പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെ ഒരു സ്ഫോടനം നടന്നു, അത് വേസ്റ്റ് കത്തിച്ചതാണ് എന്ന് പറയുന്നു. അതും രാത്രി നടന്നതാണ് ഈ കത്തിക്കൽ. എന്താണ് യഥാർത്ഥത്തിൽ കത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. എന്തായാലും ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ചന്ദനം കാണാതായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തലുണ്ടായത്. ഇതിന്റെ പിന്നാലെയാണ് ജനം TV ഇത് സംബന്ധിച്ച് വാർത്ത നൽകുന്നു. ഇതിന് പിന്നാലെ മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പോൾ ക്ഷേത്രത്തിൽ പരിശോധന നടത്തുന്നു എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത്. അർജുൻ PS പോവുകയാണ്. അർജുൻ, പ്രശാന്ത് പ്രതികരിച്ചത് കേട്ട് കാണും. അതിശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് BJPയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ രാത്രി നടന്ന സ്ഫോടനം അത് അവിടെയുള്ള മാലിന്യങ്ങൾ കത്തിച്ചതാണ് എന്ന് പറയുന്നു. പക്ഷേ അതിന് പിന്നിലും എന്തൊക്കെയോ ഉണ്ട് എന്ന സംശയങ്ങൾ ബലപ്പെടുന്നുണ്ടല്ലോ അർജുൻ. രാഗി, അത്തരത്തിൽ തന്നെയാണ് നമ്മളുടെ കൈവശം അതിനുള്ള തെളിവുകൾ കൃത്യമായിട്ടുണ്ട്. കൃത്യമായി തന്നെ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ ബലമോടെ പറഞ്ഞുകൊണ്ട്, അതായത് സെക്യൂരിറ്റി ജീവനക്കാരനോട് ഇപ്പോൾ തന്നെ കത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തൊട്ടടുത്തുള്ള മറ്റൊരു ജീവനക്കാരൻ, അതായത് അവിടെയുള്ള മറ്റൊരു ജീവനക്കാരൻ എത്തുകയും സെക്യൂരിറ്റി ജീവനക്കാരോട് ഇപ്പൊ തന്നെ, അതായത് രാത്രി 12 മണിക്ക് തന്നെ ഈ റെസീറ്റ് കുറ്റികൾ കത്തിക്കണമെന്നും അല്ലെങ്കിൽ ഈ വേസ്റ്റ് കത്തിക്കണമെന്നുമുള്ള ഒരു കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ ആ സെക്യൂരിറ്റി ജീവനക്കാരെ തിരിച്ചു ചോദിക്കുന്നുണ്ട്, രാവിലെ കത്തിച്ചാൽ പോലെ ഇപ്പോൾ തന്നെ കത്തിക്കണോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ കത്തിക്കണം എന്നുള്ളതായിരുന്നു മറുപടി. തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാർ ഇതിന് തീ
കൊടുക്കുന്നു. തീ കൊടുക്കുന്ന സമയത്താണ് ഈ വലിയ രീതിയിൽ ഇത് ആളിപ്പടരുകയും ഒരു സ്ഫോടനാത്മകമായി ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് അതിൽ കരിമരുന്ന് അടക്കമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെടിമരുന്ന് ഉപയോഗിച്ച് എന്നുള്ള ഒരു ചോദ്യമാണുള്ളത്. സാധാരണ രീതിയിൽ കത്തിച്ചാൽ മതി, അതിന് ഈ വെടിമരുന്ന് അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എന്തിന് കത്തിച്ചു എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അത്തരത്തിൽ ഉയർന്നു വരുമ്പോഴാണ് റെസീറ്റ് കുറ്റികളടക്കം ഇതിലുണ്ടെന്ന് ഉള്ള ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ റെസീറ്റ് കുറ്റികളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതിന്റെ അടക്കം തെളിവുകൾ നമ്മളുടെ കൈവശമുണ്ട്, ജനം ടിവിയുടെ കൈവശമുണ്ട്. വേണ്ടി വന്നാൽ നമുക്ക് വരും ദിവസങ്ങളിൽ ആ തെളിവുകൾ അടക്കം നമുക്ക് ഇവിടെ നിന്നും കാണിക്കാൻ സാധിക്കും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള കൊള്ളകളാണ് ഈ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും, മലബാർ ദേവസ്വത്തിന്റെ ഭാഗത്തും അല്ലെങ്കിൽ മലബാർ ദേവസ്വത്തിന്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ഇന്ന് ഇവിടെ പരിശോധന നടത്തിയ ശേഷം നമ്മളോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹം ബൈക്ക് തരാൻ അർജുൻ, വയനാട് വള്ളിയൂർക്കാവിലാണ് ചന്ദനം മോഷണം പോയി കാണാനില്ല എന്ന പരാതി ഉയർന്നിരിക്കുന്നത്.